CPM-ന്റെ ആഭിമുഖ്യത്തിൽ അസീസ് റാവുത്തർ അനുസ്മരണ സമ്മേളനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. ശർമ്മ പറഞ്ഞു. രാഹുലിന്റെ സസ്പെൻഷൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും S. ശർമ്മ പറഞ്ഞു. നെല്ലിക്കുഴിയിൽ അസീസ് റാവുത്തർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു S. ശർമ്മ. കുറ്റം ചെയ്തവൻ നടപടിയെടുക്കുന്നവർ ഭയപ്പെടുന്നു. നടപടിക്ക് ധൈര്യമില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ എത്ര കാലത്തേക്ക്? 1 മിനിറ്റ് പറഞ്ഞിട്ടില്ല, 1 മണിക്കൂർ പറഞ്ഞിട്ടില്ല, 1 ദിവസം പറഞ്ഞിട്ടില്ല, 1 ആഴ്ച പറഞ്ഞിട്ടില്ല, 1 മാസം പറഞ്ഞിട്ടില്ല, 1 കൊല്ലം പറഞ്ഞിട്ടില്ല, സമയം പറഞ്ഞിട്ടില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളൊരു നടപടി സ്വീകരിച്ചു എന്ന് സാങ്കേതികമായി വരുത്തി തീർക്കാനപ്പുറം 1 മിനിറ്റ് പോലും സമയം പറയാത്ത സസ്പെൻഷൻ ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സസ്പെൻഷനുണ്ട്. ഒരു കൊടും ക്രിമിനലിനെ സംരക്ഷിക്കാൻ ഈ രൂപത്തിലുള്ള ക്രൂരത കാണിക്കണം. ഒരു കൊടും ക്രൂരതയല്ല ചെയ്യുന്നത്. കൊടും ക്രൂരതയുടെ നടപടികൾ സ്വീകരിക്കുന്ന ക്രിമിനൽ തെറ്റല്ല ചെയ്യുന്നത്. ഒരു ക്രിമിനൽ കുറ്റവാളിയുടെ എല്ലാമുണ്ട്. CPM നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അസീസ് റാവുത്തറിന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് CPM കോതമംഗലം ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. R. അനിൽകുമാർ, ആന്റണി ജോൺ MLA, KA ജോയി, CPS ബാലൻ, PM അഷ്റഫ്, PM മുഹമ്മദ് അലി, റഷീദ സലീം, KM പരീദ്, CE നാസർ, അനു വിജയനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനങ്ങൾക്കു വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു അസീസ് റാവുത്തർ എന്ന് S. ശർമ്മ അനുസ്മരിച്ചു. ആ ഉജ്ജ്വലമായ മുന്നേറ്റം കോതമംഗലത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കുന്നതിനും നടത്തുന്നതിനും അന്ന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിൽ യുവജന പ്രസ്ഥാനത്തിന്റെ ഇവിടുത്തെ പ്രഥമസ്ഥാനീയനായിരുന്നു. സാധാരണ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും അങ്ങനെ യുവാക്കളെ മാത്രമല്ല കൃഷിക്കാരുടെ ഇടയിൽ, തൊഴിലാളികൾക്കിടയിൽ എല്ലാവർക്കും നേതൃത്വം കൊടുത്ത് സംഘടന രൂപീകരിക്കുന്നതിലും കോതമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു TM മീദിൻ. മീദിൻ്റെ നരിമ ശിഷ്യനായിട്ടാണ് സഹാസിസ് പ്രവർത്തിച്ചതും വളർന്നതും. GTV ന്യൂസ്, നെല്ലിക്കുഴി.